ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും വിലക്കുകൾ നീക്കി പ്രവാസികൾക്കായി ആകാശവാതിലുകൾ തുറക്കുമ്പോൾ സൗദി മാത്രമാണ് കടുംപിടുത്തം പിടിക്കുന്നത്. സൗദിയിലേക്ക് നേരിട്ടെത്താൻ മാസങ്ങളോളമായി കാത്തിരിക്കുകയാണ് പ്രവാസികൾ. ഇനി എന്ന് നേരിട്ടെത്താൻ സാധിക്കുമെന്ന ആശങ്കകൾക്ക് ഇതാ മറുപടി. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാട്ടിലേക്ക് പോയവർക്ക് സൗദിയിൽ തിരികെ പ്രവേശിക്കാൻ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമെന്ന് സൗദി എയർലൈൻസ് അറിയിച്ചിരിക്കുകയാണ്. തവക്കൽന ആപ്ലിക്കേഷനും സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം ഇതേ അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കൂടാതെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പൊന്നും വിഷയത്തിൽ വന്നിട്ടില്ല. സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി സെപ്റ്റംബറിൽ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ഒരു ഡോസ് സ്വീകരിച്ച് ഇമ്മ്യൂണായവർക്കും സൗദിയിലേക്ക് തിരികെ പ്രവേശിക്കാം. ഇവർക്ക് സൗദിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ല. മറ്റൊരു രാജ്യത്ത് 14 ദിവസം തങ്ങിയാൽ മതിയാകും. ഇന്നും സമാന രീതിയിൽ സൗദിയിലേക്ക് പ്രവാസികൾ എത്തുന്നുണ്ട്. യാത്ര സംബന്ധിച്ച് ഒരു ഡോസ് മാത്രം സ്വീകരിച്ച് ഇമ്മ്യൂണായവർ ആശങ്കയിലാണ്. ചിലരെ ഇക്കാരണത്താൽ തന്നെ വിമാനത്താവളത്തിൽ നിന്നും മടക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പക്ഷേ സൗദി ആഭ്യന്തര മന്ത്രാലയമോ സിവിൽ ഏവിയേഷനോ പൊതുസമൂഹത്തിനായി പ്രത്യേക അറിയിപ്പൊന്നും നൽകിയിട്ടില്ല. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് ഇമ്മ്യൂണായവർക്ക് സൗദിയിൽ ക്വാറന്റൈൻ വേണ്ട. ഇവരുടെ കയ്യിൽ തവക്കൽന ആപ്പില്ലെങ്കിൽ യാത്രയ്ക്ക് മുന്നേ ഉള്ള രജിസ്ട്രേഷന്റെ പ്രിന്റിൽ ഇക്കാര്യമുണ്ടായാലും യാത്ര ചെയ്യാൻ സാധിക്കും. അതേസമയം ഒക്ടോബർ 10 മുതൽ 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി സൗദി ആഭ്യന്തര മന്ത്രാലയം രംഗത്ത്. വിമാനം, പൊതുഗതാഗതം എന്നിവയിലെ യാത്ര, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മാളുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലെ പ്രവേശനം, സാംസ്കാരിക വിനോദ കായിക പരിപാടികൾ, ടൂറിസം കേന്ദ്രങ്ങൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ എവിടെയും പ്രവേശിക്കണമെങ്കിൽ 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് അധികൃതർ. പൂർണ്ണ വാക്സിൻ എടുക്കാത്തവർക്ക് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും പ്രവേശനവും അനുവദിക്കില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.